എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് റാഗിയുടെ അടയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി അടയാണ്. സിമ്പിളാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതിയും പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പകുതി ഭാഗവും കൂടി എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പനീറിൻ്റെ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള കുറച്ച് കൊത്തി അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ പനീർ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ളുണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ റാഗിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്, അത് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ അല്ല, എന്നാലും ഒന്ന് പരത്താൻ രീതിയിലായിട്ട് നമ്മൾ കൈ വെച്ചാണ് കേട്ടോ ഈ മാവ് ഒന്ന് പരത്തി എടുക്കേണ്ടത്. അപ്പോൾ അതേ രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. അതിലേക്ക് കുറേശ്ശെ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. എന്നാലാണ് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് പരന്ന് വരുള്ളൂ. കുറച്ച് ഷേപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഒരല്പം ഓയിലോ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് കമത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം വശം ഒന്ന് മുരിച്ചെടുക്കാം. ഓയിലിന് പകരം നെയ്യ് ചേർക്കുകയാണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യും ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഡിന്നറിനും ഈ ഒരു റാഗി അട അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കറികളൊന്നും തന്നെ വേണ്ട, വല്ല ബീട്രൂട്ടിൻ്റെ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഒരു വശം അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അട ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ അച്ചാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ, മുളക് ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള റാഗിയുടെ ഉണ്ടാക്കി നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.